ഇവിടെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അൽഫോൺസ് പുത്രനായാലും ഗിരീഷ് ഏടി ആയാലും ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. തമിഴിൽ ഇപ്പോൾ കാർത്തിക് സുബ്ബരാജ്, ലോകേഷ് കനകരാജ്, അപ്പോൾ ഇവരൊക്കെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ആ റൂട്ട് പിടിക്കാം എന്ന രീതിയിൽ ആണ് കൂടുതലും അങ്ങനെ പോകുന്നത്. ഇപ്പോൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ സിനിമയുണ്ട്. അത് ഇതേപോലെ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ഡിറ്റോ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഓക്കെ, അത് അതൊരു ജോണറായിട്ട് തന്നെ എടുത്തു വെച്ചിട്ട് കുറച്ചധികം സിനിമകൾ വരുന്നുണ്ട്. പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന കുറേയധികം സിനിമകൾ. അപ്പോൾ അതായിരുന്നു ഒരു ഇനിഷ്യൽ ഐഡിയ. ഈ ക്യാരക്ടർ മഹാഭാരത യുദ്ധം ഇത്ര തവണ കണ്ടിട്ടുണ്ട്, രാമായണം ഇത്ര തവണ കണ്ടിട്ടുണ്ട്, രാമായണത്തിൻ്റെ പല പല വേർഷൻസ് ഇദ്ദേഹം കണ്ടിട്ടുണ്ടെന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എലമെൻ്റ് ആണ് നമ്മൾ ടൈറ്റിൽ കാർഡിൽ ആ ഒരു ഇല്ലുസ്ട്രേഷനിൽ പറഞ്ഞേക്കുന്നത്. അല്ല, എനിക്ക് ഇവിടുത്തെ ഓഡിയൻസിൽ ഭയങ്കര വിശ്വാസമുണ്ട്. കാര്യം എന്നെക്കാളും അല്ലെ നമ്മളെക്കാളും ഒരുപാട് ബുദ്ധിയുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ കരിയറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ സെലക്ട് ചെയ്യുന്ന മൊമെന്റ് തൊട്ടേ നമുക്ക് സാക്രിഫൈസ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ട്. ഈ സിനിമ ഓൺ ആയതിനു ശേഷമാണ് ബാങ്കിങ് ജോലി വിട്ടത്? അല്ല, അത് എന്ത് കോൺഫിഡൻസിലാണ് വിട്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അത് വിട്ടത് കൊണ്ടാണ് ഉറപ്പായിട്ടും എനിക്കിപ്പോൾ സിനിമ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെള്ളിയാഴ്ച തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്നുള്ള സന്തോഷത്തിലാണ് ബാക്കിയുള്ള ദിവസങ്ങൾ എഴുതാൻ പോകുന്നത്. സംഭവം മൂവിയുടെ ഡയറക്ടർ ജിത്തു സതീശനാണ് ഇന്ന് കൂടെ ഉള്ളത്. ഹായ് ജിത്തു, വെൽക്കം. താങ്ക് യു. ആദ്യത്തെ സിനിമ തന്നെ സംഭവം വലിയൊരു സംഭവമായിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് മൂവി ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സക്സസ് ആണ് ഫസ്റ്റ് മൂവി ഇത്രയും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. അതും പ്രീ റിലീസ് പ്രൊമോഷൻസ് അധികം ഇല്ലാതെ തന്നെ. എങ്ങനെ ഈ ഒരു മൊമെൻറ്റ് ശരിക്കും എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്? അല്ല, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ആദ്യത്തെ ദിവസം അറിയാം, വലിയ വിസിബിലിറ്റീസ് ഇല്ല, നമ്മളെല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പം സിനിമ പതുക്കെ പതുക്കെ ആൾക്കാരോട്ട് എത്തും. ഒരു തേർഡ് ഡേയ്സ് ഒക്കെ ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ആൾക്കാരോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഫസ്റ്റ് ഡേ ഈവനിങ് ഷോ, നൈറ്റ് ഷോ തന്നെ ഒരു ഹൗസ്ഫുൾ ഷോ കണ്ട് അവിടുത്തെ ഓഡിയൻസിനെ കണ്ടപ്പോൾ തന്നെ ഓക്കെ, പരിപാടി എന്താ പറയുക, ആ ഒരു ഹാപ്പി ഉണ്ട് ആക്ച്വലി. ഇപ്പം ഇതിനു മുൻപ് വേറെ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഫുൾ ലെങ്ത് ഒരു ഫീച്ചർ ഫിലിം ചെയ്യുമ്പം എങ്ങനെയായിരുന്നു? അസിസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രാക്ടീസ് കുറവോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവോ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ശരിക്കും ആക്ച്വലി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. അപ്പം ഇപ്പോൾ അറിയാം, ഇപ്പോൾ എനിക്കും ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ആവുന്ന സമയത്ത് തന്നെ ഒരു ഡയറക്ടറുടെ കൂടെ ഒരു ടീം ഓൾറെഡി സെറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടീമിലോട്ട് നമുക്ക് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. ഞാനൊരു ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നോക്കി ഓക്കെ, അസിസ്റ്റ് ചെയ്യാതെ ബാക്കി എങ്ങനെയാണ് ബാക്കിയുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് സിനിമയിലോട്ട് എത്തിപ്പെടാം എന്നുള്ളൊരു റിസർച്ചൊക്കെ നടത്തി. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അൽഫോൺസ് പുത്രനായാലും ഗിരീഷ് ഏടി ആയാലും ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. തമിഴിൽ ഇപ്പോൾ കാർത്തിക് സുബ്ബരാജ്, ലോകേഷ് കനകരാജ്, അപ്പോൾ ഇവരൊക്കെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ആ റൂട്ട് പിടിക്കാം എന്ന രീതിയിൽ ആണ് കൂടുതലും അങ്ങനെ പോയത്. പിന്നെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് പഠിക്കുകയാണല്ലോ. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. കാര്യം നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതിൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും, അതായത് എന്താ പറയുക, സെറ്റിൽ നമ്മൾ ചായ എടുത്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും നമ്മളാണ്, എല്ലാ പ്രോസസ്സിലൂടെ നമ്മൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി ഗുണം ചെയ്തു. ഉറപ്പായിട്ടും ആ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു 100 രൂപ അഡീഷണലി ആയിട്ടുണ്ടെങ്കിൽ നാളെ ഷൂട്ട് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി, ആ ഒരു മാനേജ്മെൻറ്റ് പരിപാടി ഉറപ്പായിട്ടും അവിടെ നിന്ന് കിട്ടി. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ വിനീതേട്ടൻ, നമ്മുടെ പടത്തിൽ ആക്ടറുടെ വിനീതേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സിനിമയിൽ എപ്പോഴും ഒരു 40% ആണ് ക്രിയേറ്റീവ് സ്കിൽസ്, ബാക്കി ഒരു 60% മാനേജ്മെൻറ്റ് സ്കിൽസ് ആണെന്ന് പറയാം. അപ്പോൾ ആ മാനേജ്മെൻറ്റ് സ്കിൽസ് നമുക്ക് അത്യാവശ്യം ഷോർട്ട് ഫിലിം ചെയ്ത് വന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം അത് ഗുണകരമായിട്ട് തന്നെ സിനിമയിൽ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര ഷോർട്ട് ഫിലിംസ് ആയിരുന്നു അപ്പോൾ ചെയ്തിട്ടുള്ളത്? ഷോർട്ട് ഫിലിംസ് കാണാൻ കൊള്ളാവുന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് കുറേ ഷോർട്ട് ഫിലിംസ്, ഒരു 3 ഷോർട്ട് ഫിലിംസ് ചെയ്തു. പിന്നെ കുറേ ചെറിയ മിനി സീരീസ് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തു. കുറേയൊക്കെ പാളിപ്പോയിട്ടുണ്ട്. പുറത്ത് കാണിക്കാൻ കൊള്ളാവുന്ന ഒരു പരിപാടി ആക്ച്വലി ഇതാണ് ഉണ്ടായിരുന്നു. എല്ലാ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഡയറക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഈ സംഭവം ഷോർട്ട് ഫിലിമായിട്ട് വന്നു. അവിടെ നിന്നൊരു ഷോർട്ട് ഫിലിം സിനിമയാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഒരു 30 മിനിറ്റ്സ് ഉള്ള ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ അതൊരു 2.5 മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ ചിലപ്പോൾ അഡീഷണൽ ക്യാരക്ടേഴ്സ് വന്നേക്കാം, ഒരുപാട് പുതിയ കുറേ മൊമെൻറ്റ്സും സീൻസൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിനെ ഫീച്ചർ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് ആക്കിയത് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സംഭവം എനിക്ക് സിനിമ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഐഡിയ ആയിരുന്നു, സ്ക്രിപ്റ്റ് അല്ലായിരുന്നു, ഒരു ഐഡിയ ആയിട്ട് തന്നെ വെച്ച സാധനമാണ്. അപ്പോൾ ഐഡിയാസ് ഇങ്ങനെ കുറേ വീട്ടിലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നടപടിയാവുന്നില്ല. ഒരു ഷോർട്ട് ഫിലിം കൂടി കുറച്ചുകൂടി, ഞാൻ പറഞ്ഞല്ലോ, അസിസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടി നടപടിയാവുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു സിനിമാറ്റിക് ക്വാളിറ്റി ഉള്ള, നമുക്ക് പിച്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഫൈലായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് പോയി.
അപ്പോൾ അതിനകത്ത് ഉള്ള സിനിമയ്ക്ക് വേണ്ടി വെച്ച ഒരു ഐഡിയ എന്ന് തന്നെ എടുത്തിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ആ സിനിമയ്ക്കുള്ള ഐഡിയയിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഷോർട്ട് ഫിലിം ചെയ്തത് തന്നെയാണ്. ഈ ടൈം ലൂപ്പ് കാണിക്കുമ്പോൾ തന്നെ അതിലും പല സീൻസ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ആളുകൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളത്, സെയിം ലൊക്കേഷൻ, സെയിം ആക്ടർ, സെയിം ആക്ടിവിറ്റി കാണിക്കുമ്പം ആളുകൾക്ക് അത് ബോറടിക്കാത്ത രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. അത് എങ്ങനെയായിരുന്നു എഴുത്തിൽ വർക്ക് ചെയ്തത്? ഇല്ല, അത് അവർക്ക് ബോറടിക്കാതെ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. പിന്നെ നോർമലി ഇപ്പോൾ എല്ലാ ടൈം ലൂപ്പ് സിനിമ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ട്രയാങ്കിൾ ഒരു ഷിപ്പിനകത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സെയിം ലൊക്കേഷൻ, സെയിം ആർട്ടിസ്റ്റ്, സെയിം പരിപാടി തന്നെയാണല്ലോ. അപ്പോൾ അതെങ്ങനെ എന്താ പറയുക, മീൻസ് അത് ഉറപ്പായിട്ടും ആ ഒരു ലിമിറ്റേഷൻ എല്ലാ ടൈം ലൂപ്പ് സിനിമകളിലും ഉള്ളതാണ്. അപ്പോൾ അത് മാക്സിമം എൻഗേജിങ് ആക്കുക, റൈറ്റിങ്ങിൽ എങ്ങനെ എൻഗേജിങ് ആക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ അത്രേ ഉള്ളൂ. പിന്നെ അത് ആൾക്കാർക്ക് അത് ബോറടിച്ചില്ല എന്നുള്ളത് ഒരു സന്തോഷം പറയാം. അതിൽ ഇത് ഈ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്, ഇപ്പം ഞാൻ സ്പോയിലർ ആയിട്ട് പറയുന്നല്ല, ആസ്കർ അലിയുടെ ക്യാരക്ടർ ആ ലൂപ്പിലുള്ള കുറച്ച് ഇതുണ്ടല്ലോ, ടൈം ലൂപ്പിൽ, സ്പോയിലർ ആയിട്ട് പറയുന്നല്ല, ഓക്കെ, ടൈം ലൂപ്പിൽ തന്നെ ഒരാൾ ഇപ്പുറത്ത് വേറൊരു അസ്കറും കൂടെ ഉണ്ട്. അതിൻ്റെയൊക്കെ എങ്ങനെയായിരുന്നു എക്സിക്യൂഷൻ അപ്പം ചെയ്തിരുന്നത്? അത് ആക്ടേഴ്സിന്റെ ട്രെയിനിങ് ആണെങ്കിലും എല്ലാം. ട്രെയിനിങ് ആക്ച്വലി ഭയങ്കര ഒരു ഭീകര ട്രെയിനിങ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ക്യാരക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇന്ന സ്റ്റേജിലൂടെയാണ് ക്യാരക്ടർ പോകുന്നതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ അസ്കറൊക്കെ ആണെങ്കിൽ ഓൾറെഡി പുള്ളിയുടെ ഒരു വേർഷൻ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാൻ വരുമ്പോൾ സീൻ ഓൾറെഡി അറിയാം, എനിക്ക് ഈ സീൻ എടുക്കാൻ പോകുന്നതെന്ന് പറയും. പിന്നെ അവരൊരു വേർഷൻ ചെയ്ത് കാണിക്കും. അത് ചെയ്ത് കാണിച്ചിട്ട് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അത് ഓക്കെ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചാൽ നന്നായിരിക്കും, ഇപ്പോൾ വിനീതനോട് ഇങ്ങനെ ഒരു പരിപാടി വന്നാൽ നന്നായിരിക്കും എന്നുള്ള അങ്ങനെ ചെറിയ ചെറിയ സജഷൻസ് നമ്മൾ തരാറുള്ളൂ. കാര്യം ഓൾറെഡി സ്ക്രിപ്റ്റ് ആവുന്ന സമയം തൊട്ടേ, സ്ക്രിപ്റ്റ് ഒരു ലോക്കായ സമയം തൊട്ടേ ഇവർക്കെല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അപ്പോൾ തൊട്ടേ അറിയാം ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇന്ന രീതിയിലൂടെ പോകുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആക്ച്വലി. ഓക്കെ, ഇതിൽ ഡാർക്കിന്റെയും ലോസ്റ്റിന്റെയും ഭയങ്കര ഒരു ഫാൻ ആണെന്നുള്ളത് പറഞ്ഞിരുന്നു. അതിന്റെ കുറച്ച് റെഫറൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡാർക്കും ലോസ്റ്റും ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം അത് കുറച്ച് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്നത്. ഇത് കുറച്ച് മലയാളീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ റെഫറൻസ് ഈ മലയാളീകരിച്ച് കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? അല്ലേ, ഉറപ്പായിട്ടും ഇതാണ്. ഇപ്പം മീൻസ് അതുപോലത്തെ ഒരു സിനിമ ഇവിടെ തിയേറ്ററിക്കലി ഇപ്പം ഞാൻ എന്ന ഓഡിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡാർക്ക് പോലത്തെ ഒരു, മീൻസ് അത് കമ്പയർ ചെയ്യല്ല, അല്ല അതേ ഒരു സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ അതേ ഒരു ജോണറുള്ള സിനിമ തിയേറ്ററിൽ നിന്ന് കാണണം എന്നുള്ള സാധനം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തൊരു പരിപാടിയാണ്. പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ റൂട്ടിൽ നിന്ന് തന്നെ പറയണമല്ലോ. ഇപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ റൂട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു സാധനമുണ്ട്. അത് ബോധപൂർവ്വം. ഇപ്പോൾ അതാണ് ഇപ്പോൾ അസ്കറിക്കയുടെ ക്യാരക്ടർ തുടക്കം തൊട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാമിലി മാൻ ഈ ഒരു പ്രശ്നത്തിലോട്ട് വന്ന് പെടുന്നു എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവന്ന് ബോധപൂർവ്വം അങ്ങനെ കുറച്ച് പരിപാടികളാണ് റൂട്ടഡ് ആക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറെ ഒരു ഇതിൽ അസ്കർക്ക പറയണ കേട്ടിരുന്നു ഇടയ്ക്ക്, ഇത് ഏതാ വർഷം എന്നുള്ളത് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറയുന്നുള്ളൂ. ഇത് എഴുത്തിൽ ആ കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ജിത്തു തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് വർഷം, ഇതിപ്പം ഇവിടെ എത്തി, 30 years ബാക്കിലെത്തി, 30 years ഫ്രണ്ടിലെത്തി, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഫസ്റ്റ് തന്നെ ഒരു ഐഡിയ, ഒരു എന്താ പറയുക, ഒരു 1 ലൈനിലായിരിക്കും ഇപ്പോഴും നമ്മൾ ഹുക്കാവുക. ആ 1 ലൈൻ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ചെയ്യുന്ന വെച്ചാൽ ഒരു 1 പേജുള്ള ഒരു കഥയാക്കിയിട്ട് ഇത് എഴുതും. അതിനുശേഷം പിന്നെ ഇത് സീൻ ഓർഡർ ആക്കും. ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒരു 20-25 പോയിന്റ്സ് ആയിട്ട് ഇത് എഴുതി വെക്കും. എന്നിട്ട് ഈ പോയിന്റിനെ തമ്മിലായിരിക്കും കണക്ട് ചെയ്യുക. എന്നിട്ട് ആ 20 പോയിന്റ് എന്നുള്ള ചിലപ്പോൾ ഒരു 50 പോയിന്റ് ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ഇതായിട്ട് വലിക്കും. അതിനുശേഷമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സീൻ എഴുതുക, അതിനുശേഷമാണ് ഡയലോഗ് എഴുതുക. അങ്ങനെയാണ് ഒരു റൈറ്റിംഗ് പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ഈ സീൻ ഓർഡർ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കി ഇപ്പോൾ ഇത്ര ഇതാണെന്ന രീതിയിൽ നമുക്ക് അവിടെ തന്നെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കും, ഡിസ്കഷൻ ചെയ്യും. ഇപ്പം മെൽവിനായിട്ടാണെങ്കിലും, മെൽവിൻ അസോസിയേറ്റ് ആണ്, നവീനായിട്ടാണ്, ടീമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ തന്നെ ആ ഇനിഷ്യൽ ഡിസ്കഷനിൽ തന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ എന്താ പറയുക ഡിസ്കസ് ചെയ്ത് തന്നെ ആയിരിക്കും പരിപാടികൾ കൊണ്ടുപോവുക. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലൂപ്പിൽ തന്നെ ആയി പോകുമല്ലോ അങ്ങനത്തെ ഒക്കെ എഴുതുമ്പോഴത്തേക്കിന്. അതുപോലെ തന്നെ ഇതിൽ സൗണ്ടിനും മ്യൂസിക്കിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നോടാണ്. സൗണ്ടിൽ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സെക്കൻഡ് വാച്ചും കൂടെ ആയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടൊക്കെ പറ്റിയത്. അപ്പോൾ ഈ സൗണ്ടിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സിനിമ എഴുതുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് റൈറ്റിങ്ങിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സൗണ്ട്
ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ അറിയാം, ഇപ്പോൾ സെക്കൻഡ് ഹാഫ് അറിയാം, സെക്കൻഡ് ഹാഫിൽ ഡയലോഗ്സ് ഭയങ്കര കുറവാണ്. അവിടെ മ്യൂസിക്കും സൗണ്ടും എൻ്റെ സൗണ്ട് പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൗണ്ടിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യില്ല. സൗണ്ട് ഒരു ക്യാരക്ടർ തന്നെയാണ് പടത്തിൽ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് വേണം എന്നുള്ളൊരു സാധനം. അപ്പോൾ അതും പ്രൊഡ്യൂസർ സൈഡിൽ നമ്മൾ ഇനീഷ്യലി സംസാരിച്ചത് ഇതിൽ വിഷ്ണു ഗോവിന്ദ് എന്ന് പറഞ്ഞ ടെക്നീഷ്യൻ നമുക്ക് എന്തായാലും വേണം എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നും ആ ഒരു കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വിഷ്ണു ചേട്ടൻ വന്നതിൻ്റെതായിട്ടുള്ള ഒരു പരിപാടി ഇതിനകത്ത് എന്തായാലും ഉണ്ട്. അപ്പോൾ ചേട്ടനും പറയടാ, ഞാൻ ഇതുവരെ ചെയ്യാത്ത പരീക്ഷണങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനം അതിനകത്തുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ആയിട്ടുള്ള കുറേ പരിപാടികൾ അതിനകത്ത് ഭയങ്കരമായിട്ട് കാണാനുണ്ട് അതിനകത്ത് ആക്ച്വലി. ഈ ഒരു കോർ ഐഡിയ ശരിക്കും എങ്ങനെയായിരുന്നു? അതായത് ഇങ്ങനൊരു അമ്പലം, അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനൊരു ലൂപ്പ് നടക്കാം, അതിലൊരു ഹിസ്റ്ററി ഇൻവോൾവ് ആണ്. ആ ഒരു കോർ ഐഡിയ എങ്ങനെയായിരുന്നു തലയിലേക്ക് വന്നത്? അത് ആക്ച്വലി ഇപ്പോൾ ഈ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചർ, സ്പോയിലറാണ്, ഈ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ സിനിമയുണ്ട്. അത് ഇതേപോലെ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ഡിറ്റോ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഓക്കെ, അത് അതൊരു ജോണറായിട്ട് തന്നെ എടുത്തു വെച്ചിട്ട് കുറച്ചധികം സിനിമകൾ വരുന്നുണ്ട്, പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന കുറേയധികം സിനിമകൾ. അപ്പോൾ അതായിരുന്നു ഒരു ഇനീഷ്യൽ ഐഡിയ. അപ്പോൾ അതെങ്ങനെ ഇവിടെ വെക്കാം എന്നുള്ള സാധനം വന്നപ്പം ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് പിച്ച് ചെയ്യേണ്ടിരുന്ന ഒരു പോലീസ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പടത്തിൽ പോലീസിങ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഫോണിൽ കൂടി എന്തായാലും വേണ്ട, വാക്കി ടോക്കി എന്ന് പറഞ്ഞ സംഭവം വന്നു. അപ്പോൾ പോലീസിങ് പരിപാടി ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ ഗുണകരമായേക്കാന്ന് പറഞ്ഞിട്ടാണ് പോലീസിങ്ങിൻ്റെ ഒരു പരിപാടി ഇതിനകത്ത് കൊണ്ടുവന്നത്. പിന്നെ ഉറപ്പായിട്ടും ഈ കാർഡ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. മുമ്പുള്ള ഷോർട്ട് ഫിലിംസിലും കാർഡ് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ കാർഡ് വന്നു. അങ്ങനെ ഓരോ എലമെൻറ്റ്സ് അങ്ങനെ ആഡായി വന്നതാണ്. പിന്നെ ഇതൊരു പ്രോപ്പർ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയിലോട്ട് പോകാതെ ഒരു ഫാൻറ്റസി നിന്ന് പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, മിത്തിൽ നിന്ന് പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പരിപാടി വന്നത്. പിന്നെ സ്പോയിലർ തന്നെയാണ്, ഒന്നുകൂടി പറയാം, ഈ ആ കാക്കയുടെ പ്രതിമ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഇന്ത്യൻ മിത്തോളജിയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാക്ബുഷിൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഈ ക്യാരക്ടർ ഇന്ത്യൻ മെത്തോളജി പ്ലസ് ടൈം ട്രാവൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറാണ് ശരിക്കും ടൈമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ക്യാരക്ടറിന് പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും പ്രസൻറ്റിലോട്ടും ഒരേ സമയം ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ക്യാരക്ടർ മഹാഭാരത യുദ്ധം ഇത്ര തവണ കണ്ടിട്ടുണ്ട്, രാമായണം ഇത്ര തവണ കണ്ടിട്ടുണ്ട്, രാമായണത്തിൻ്റെ പല വേർഷൻസ് ഇദ്ദേഹം കണ്ടിട്ടുണ്ടെന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എലമെൻ്റാണ് നമ്മൾ ടൈറ്റിൽ കാർഡിൽ ആ ഒരു ഇല്ലുസ്ട്രേഷനിൽ പറഞ്ഞേക്കുന്നത്. ഈ ക്യാരക്ടർ മറ്റേ ഗരുഡനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതങ്ങനെ ഒരു പരിപാടിയായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. അത് ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ സാധനം വരുന്നത് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലോജിക്കൽ സൈഡും കൂടെ ചിന്തിക്കണമല്ലോ ഇത്തരത്തിലുള്ള സിനിമ ചെയ്യുമ്പോൾ. ഇതിൽ എങ്ങനെയായിരുന്നു അപ്പോൾ ലോജിക്കൽ സൈഡ് ആൾക്കാർക്ക് കല്ലുകടി ഉണ്ടാവാത്ത രീതിയിൽ കൺവേ ചെയ്യാൻ വേണം, അതെങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് ഇവിടുത്തെ ഓഡിയൻസിൽ ഭയങ്കര വിശ്വാസമുണ്ട്. കാര്യം എന്നെക്കാളും അല്ലെ നമ്മളെക്കാളും ഒരുപാട് ബുദ്ധിയുള്ള ഓഡിയൻസാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പം സിനിമ തിയേറ്ററിക്കലി ഇത്ര കൊമേഴ്ഷ്യൽ സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല അതിൻ്റെ കാര്യം. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സിനിമകൾ കാണുന്ന ഒരുപാട് ഓഡിയൻസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് സമയത്തൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് ഓഡിയൻസ് ഇരുന്നിട്ട് എന്താ പറയുക, അവർ ലോക സിനിമ ഫുള്ള് കണ്ട് അത് എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓക്കെ അങ്ങനെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, മണിച്ചിത്രത്താഴും മടിയെ കൊണ്ട് ചേർത്താനൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഇൻഡസ്ട്രിയാണ്. അത്രയും ബുദ്ധിയുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ. അപ്പോൾ അവരിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അതിനായിരുന്നു കോൺഫിഡൻസ്. ഈ കാർഡിൽ ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു? അന്ന് പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു മഴയുടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മഴ, പിന്നെ മരം വീഴണതിൻ്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞിരുന്നു, അവിടെ കുറച്ച് പാമ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ആക്ടേഴ്സും ഇത്രയും ക്രൂ മെമ്പേഴ്സും ആയിട്ട് ആ ഒരു കാട്ടിൽ ഷൂട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു ആ ലൊക്കേഷൻ? ധോണി ഫോറസ്റ്റ് ആയിരുന്നു മെയിൻ ലൊക്കേഷൻ. അല്ല, കാട്ടിൽ അത് ഭയങ്കര രസമായിരുന്നു പരിപാടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഫോണിനൊന്നും റേഞ്ച് ഇല്ല. പിന്നെ ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ക്യാരവാൻ ഇവിടെ സൈഡിലുണ്ട്, അത് ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്നതല്ലാണ്ട് ആരും ആ സൈഡിലോട്ട് പോകാറില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി കസൈഡ് അവിടെ ഇരിക്കുന്നു, വർത്താനം പറയുന്നു, ആ രസം. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. മൊത്തം അങ്ങനത്തെ ഒരു വൈബായിരുന്നു. പിന്നെ പ്രശ്നങ്ങൾ ഇതാണ് പറഞ്ഞത്, നമ്മളവിടെ ചെന്ന സമയം ഇതേപോലെ മഴയായിരുന്നു, മഴ സീസണായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് മഴയാണ്. അപ്പോൾ നമുക്ക് ഒരു 6 മണി, നോർമൽ ഡേയ്സിൽ പോലും ഒരു 5:30 കഴിയുമ്പോൾ ലൈറ്റ് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു 7 മണിക്ക് തൊട്ട് ഒരു 5 മണി വരെ നമുക്ക് സാധാരണഗതിയിൽ അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മഴയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 2:30-3 മണി തൊട്ട് മഴ പെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു ധോണി ഫോറസ്റ്റിൽ നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്ന ഒരു 21 days ആണ്. അപ്പോൾ ആ ഡേയ്സിൽ നമുക്ക് അവിടുത്തെ പോർഷൻസ് തീർത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് പോസിബിൾ ആയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ അടിപൊളിയായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ, ചീഫ് 2 പേരുണ്ട്, മെൽബിൻ, അനൂപ്, അതുപോലെ നവീൻ. നമ്മളിരുന്നിട്ട് പ്രീ പ്രൊഡക്ഷൻ പക്കയായിട്ട് അത്യാവശ്യം പിടിച്ചു. അതായത് റൈറ്റിംഗ് വൈസ് ഒന്നും നമുക്ക് അവിടെ സ്പോട്ടിൽ പോയിട്ടുള്ള ഇമ്പോറൈസേഷൻസ് ഒന്നുമില്ല, അവിടെ പോയിട്ടുള്ള ഡിസ്കഷൻസ് ഒന്നുമില്ല. കൃത്യമായിട്ട് ഇന്ന ഷോട്ടുകളാണ് വേണ്ടത്, ഇന്ന പരിപാടികളാണ് വേണ്ടതെന്നുള്ളതായിരുന്നു നമ്മളൊരു ധാരണ വെച്ചിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ ടൈം അവിടുത്തെ സെറ്റിലുള്ള ഒരു ഡിസ്കഷൻ ടൈം നമ്മൾ മാക്സിമം അങ്ങനെ
നമുക്ക് കുറയ്ക്കാൻ പറ്റി. പിന്നെ ക്രൂ ഫുള്ള് നമ്മുടെ കൂടെ ഇരുന്നു. ചില ദിവസങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്കൊരു ഈ ഉച്ചക്ക് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം എല്ലാ ക്രൂ മെമ്പേഴ്സിനും എല്ലാ ആൾക്കാർക്കും അറിയാം. ഇപ്പോൾ ലൈറ്റിലെ ചേട്ടന്മാരാണെങ്കിൽ യൂണിറ്റിലെ ചേട്ടന്മാരാണെങ്കിൽ എല്ലാവർക്കും ആൾക്കാർ അറിയാം. അപ്പോൾ അവർ ഉച്ച സമയങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് ഒരു 1 hour ഒക്കെ പോകാറില്ല. ലഞ്ച് ബ്രേക്ക് ഇല്ല. നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു റോളൊക്കെ ചുരുട്ടി അത് കൈ പിടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഷൂട്ട് ആ പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് ഷൂട്ട് പോസിബിൾ ആക്കിയത്. അങ്ങനെ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് അത്. അപ്പോൾ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഏകദേശം എത്ര നാളെടുത്തിരുന്നു? പ്രീ പ്രൊഡക്ഷൻ ഒരു 1.5 മാസം. ഫുൾ സ്റ്റോറി ബോർഡും എല്ലാം ചെയ്തിരുന്നു. സ്റ്റോറി ബോർഡ് നമ്മൾ ചെയ്തില്ല. നമുക്ക് ഷോർട്ട് ഡിവിഷൻസ് ഉണ്ടായിരുന്നു, ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചില സാധനങ്ങൾ ഇങ്ങനെ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്തു, ഇന്ന വേണം. അപ്പോൾ അത് നമ്മുടെ അസോസിയേറ്റ് മെൽവിൻ, പുള്ളി കുറച്ച് വീഡിയോ പരിപാടിയൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ ചില ഷോട്ടുകൾ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് റെഫറൻസ് തന്നെ വെച്ചിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നൈറ്റ് സീക്വൻസ് അത് പ്രോപ്പറായിട്ട് ആദ്യം ഞാനും മെൽവിനും നവീനും ഇരുന്ന് അനുവേനും കൂടി ഇരുന്നിട്ട് പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഷോട്ട് ഇന്നതാണ് ലിസ്റ്റ് ചെയ്തു. നമ്മുടെ മൈൻഡിലുള്ള ഷോട്ടുകളുണ്ടല്ലോ അത് ജസ്റ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് എഡിറ്റ് ചെയ്തു, അത് വെച്ചിട്ട് തന്നെ നമ്മളിത് ഷൂട്ട് ചെയ്തു. ആ നൈറ്റ് സീക്വൻസ് അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര കാര്യം. നമ്മൾ ഓവർനൈറ്റൊക്കെ നിന്ന് കണ്ടിന്യൂസ്ലി ഡേ 24 hours ഒക്കെ ചില ദിവസം പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മൾ കട്ടായിരിക്കും, ഫുള്ള് കട്ടായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതാണെന്നുള്ളൊരു പ്ലാൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആർട്ടിസ്റ്റിനെയും കാണിക്കുന്നു, DOPക്ക് അറിയാം, എഡിറ്റർക്ക് അറിയാം. അപ്പോൾ എല്ലാവർക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോപ്പർ പ്ലാൻ കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഷൂട്ടിൻ്റെ ഒരു പരിപാടി ഗുണം ചെയ്തു ആ സമയത്ത്. അപ്പോൾ ഈ ഷൂട്ടിങ് കാട്ടിനുള്ളിൽ തന്നെ എത്ര ദിവസം വേണ്ടി? 21 ദിവസത്തിൽ തീർത്തോ? 21 ദിവസം ധോണി ഫോറസ്റ്റ് ഷൂട്ട് ചെയ്തു. ബാക്കി പോർഷൻസ് ഒരു 2 ദിവസം നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തു. എന്താ പറയുക, ട്രിവാൻഡ്രം പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പോർഷൻസ് നമ്മുടെ വൈക്കം വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്ത ആ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു പരിപാടി. പിന്നെ ബാക്കി കുറച്ച് പുറത്തുള്ള പരിപാടികൾ. ഇത് കുറച്ചുകൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും. പ്രൊഡക്ഷൻ എത്ര നാൾ വേണ്ടി? പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷൻ ഭയങ്കര രസമുള്ളൊരു പ്രോസസ് ആയിരുന്നു. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും പുതിയ ടെക്നീഷ്യൻസ് ആണ്, എല്ലാവരുടെയും ഫസ്റ്റ് വേർഡാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു വീട് എടുത്തിട്ട് അവിടെയാണ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നത്. താഴത്തെ എഡിറ്റിംഗ് നടക്കുന്നു, മേളിൽ മ്യൂസിക് കിടക്കുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടും എഡിറ്റ്, ഒരു ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റെഫറൻസ് മ്യൂസിക് വെച്ചല്ല കട്ട് ചെയ്യുന്നത്, എക്സാക്ട്ലി നമ്മുടെ പടത്തിൽ ചെയ്ത മ്യൂസിക് വെച്ച് തന്നെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സീൻ ഇവിടെ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് മേളിൽ പോയി മ്യൂസിക് അവൻ ചെയ്യും. മ്യൂസിക് ചെയ്തിട്ട് മ്യൂസിക് വന്ന അനുസരിച്ച് ചെറിയ എന്താ പറയുക, അപ്പോൾ എന്താ പറയുക, പഞ്ച് കൊടുക്കേണ്ട ഏരിയസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ മ്യൂസിക് വന്ന താഴെ വന്നിട്ട് അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു കളക്റ്റീവ് വർക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഒരു കളക്റ്റീവായിട്ട് ആ ഒരു സാധനം പോയത് ഭയങ്കരമായിട്ട് നമുക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻട്രോൾ സീക്വൻസ് ഒക്കെ കറക്റ്റ് ആ ഒരു പോയിന്റിൽ ഹൈയും ലോയും ഒക്കെ വന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആ ഒരു ഒരുമിച്ചിരുന്ന് ചെയ്തതിൻ്റെ ഒരു ഗുണം അതിനകത്ത് കാണാൻ പറ്റി. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഹിന്റ് ഇട്ട് തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അത് എപ്പോഴത്തേക്കായിരിക്കും നമുക്ക് കാണാൻ പറ്റുക? ഇല്ല, അത് വർക്ക് ചെയ്യാനുണ്ട് കുറച്ച്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പടം സംഭവം ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റോറി ഐഡിയ പറയുമ്പോൾ തന്നെ ഒരു 4-5 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. അപ്പോൾ അതുപോലെ 2-ലും ഒരു 4-5 ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഇത് എങ്ങനെ പറയണം, ഒരു 4-5 ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് ഓപ്ഷനാണ് പോകേണ്ടത് എന്നുള്ള സാധനം ഇതുവരെ ലോക്കായിട്ടില്ല. അതൊന്ന് ലോക്കായി അതൊന്ന് സ്ക്രിപ്റ്റ് ആക്കേണ്ട ഒരു ഇപ്പം ഫസ്റ്റ് സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇപ്പം പലരും സിനിമയുടെ പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും സ്ക്രിപ്റ്റുമായിട്ട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുന്നു. ആ ഒരു ഓട്ടമുണ്ടല്ലോ. അപ്പം ഫസ്റ്റ് സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ട വന്നിരുന്നു? ഇപ്പം പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ കരിയറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ സെലക്ട് ചെയ്യുന്ന മൊമെന്റ് തൊട്ടേ നമുക്ക് സാക്രിഫൈസ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട്, ഇപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ മീൻസ് അത് ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല. അതുപോലെ നമുക്ക് ഫിലിം മേക്കിംഗ് ആണ് നമ്മുടെ കരിയറെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സാക്രിഫൈസ് അതിൻ്റെ ഭാഗമാണ്. അതിനകത്തൊരു സക്സസ് നമുക്ക് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പെയിനും നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഉറപ്പായിട്ടും സാക്രിഫൈസ് ഇതിനകത്ത് ഇതിൻ്റെ പാർട്ടാണ്. അത് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് ഈ സിനിമ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് സ്വന്തമായിട്ട് പഠിച്ചതാണോ? അതെ, ഞാൻ ചെയ്ത് ഷോർട്ട് ഫിലിംസ് കണ്ടു, പിന്നെ അത്യാവശ്യം ചെയ്തേക്കുന്ന സിനിമകൾ കണ്ടു, പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടു, ടെക്നീഷ്യൻസിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇത് പഠിച്ചിട്ടേ ഇരിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഇത് ഇതിനൊരു എൻഡില്ല. ഇത് പക്ഷേ ഓരോ 6 മാസം കൂടുമ്പോഴും, ഇപ്പോൾ മലയാളം എക്സാമ്പിൾ എടുക്കുന്ന ഓരോ 6 മാസം കൂടുമ്പോഴും പുതിയ രീതിയിലുള്ള കഥ പറച്ചിലുകൾ, പുതിയ രീതിയിലുള്ള ടെക്നിക്കൽ
അപ്ഡേഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മളത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ അടുത്ത പടം ഓക്കെ ഇതാണ് സിനിമ, ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുല ഇല്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഈ അസിസ്റ്റ് ചെയ്യാത്തതിൻ്റെതായിട്ടുള്ള ഇപ്പം നമ്മൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ നിന്നും ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ. പുതിയ ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്യുമ്പം അവരുടെ കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ നിന്ന് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടാവാറ്? അല്ല, ഉറപ്പായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് എല്ലാം ഈ അറിവുകൾ പല സ്ഥലത്തും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പരിപാടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇൻ്റർവ്യൂസ് അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് ഇരുന്ന് പ്രോപ്പറായിട്ട് കാണും. അപ്പോൾ അവരെങ്ങനെയാണ് ആ സിനിമ മേക്ക് ചെയ്തത്, അതിൻ്റെ റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് പരിപാടി കാണും. പിന്നെ സിനിമകൾ തന്നെ ഇരുന്ന് കാണും. ഇപ്പോൾ എന്താ പറയുക, ആദ്യം സൗണ്ടുള്ള രീതിയിൽ കാണും, പിന്നെ സൗണ്ട് ഓഫ് ആക്കി വെച്ചിട്ട് കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പഠിക്കുന്ന അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ട് തന്നെ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ഇപ്പോൾ സെറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ചെയ്തെങ്കിലും സെറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ചിലപ്പോൾ സെറ്റിൽ പോയി നിൽക്കും. ചിലപ്പോൾ ഒരു പടത്തിന് എനിക്ക് നല്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ട് എങ്ങനെയാണ് അവർ ലൈറ്റ് അപ്പ് ചെയ്യാൻ എന്തോരം സമയം എടുക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ അത് നോക്കാൻ വേണ്ടി അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ അതെങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഇതുണ്ടായിരുന്നു. അതിനൊരു എഫർട്ട് ഉറപ്പായിട്ടും ഇട്ടിട്ടുണ്ട്. ഈ സിനിമ അസിസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നതിന്റെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അതായത് ഞാൻ ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫാമിലി മാനാണ്. അപ്പം ഞാൻ ആ സമയത്ത് അവിടെ നിന്നിട്ട് തന്നെ കുറേ ട്രൈ ചെയ്തു, ഒരുപാട് ഡയറക്ടേഴ്സിനെ പോയി കണ്ടു. പക്ഷേ അവർ പറഞ്ഞത് റീസണബിൾ ആണ് ഉറപ്പായിട്ടും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വന്നു നിന്നുള്ളതെല്ലാം നമ്മുടെ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവർക്ക് നമ്മുടെ കൂടെ ഉള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അഡീഷണലി ഒരാളെ നമ്മൾ വെക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലാവുന്നു, അന്ന് ഞാൻ പോയി ചോദിച്ച ആൾക്കാർ എന്തുകൊണ്ട് നോ പറഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു പടത്തിൽ ഒരാളെയെങ്കിലും ഞാൻ അന്ന് ഫേസ് ചെയ്താൽ എനിക്കറിയാം. അപ്പോൾ ഒരാളെയെങ്കിലും പ്രോപ്പറായിട്ട് നമ്മുടെ സർക്കിളിലുള്ള അല്ലാതെ ഒരാളെ ചെയ്ത് അയാൾക്ക് താല്പര്യമുണ്ട്, അയാളൊന്ന് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ചെയ്തെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ഇപ്പോൾ സൂരജ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഇതിനകത്ത് നമ്മൾ അങ്ങനെ വെച്ചതാണ്, നമ്മുടെ സർക്കിളില്ലാത്ത ഒരാളെ വെച്ചാണ്. അപ്പോൾ അത് അടുത്തടുത്ത സിനിമകളിലും ഒരാളെങ്കിലും അങ്ങനെ വെക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ടീമിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ ആളെ കൂടെ ഉറപ്പായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ആഗ്രഹം. ഇപ്പൊ ഈ സിനിമ സ്വപ്നം കാണുന്ന കുറെ പേർക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെ ആയിരിക്കുകയാണ് ജിത്തു. പലർക്കും അസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ നടക്കുന്ന പല റീസൺസ് കൊണ്ട് അസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് ആ ഷോർട്ട് ഫിലിംസ് കൊണ്ട് പിച്ച് ചെയ്യാൻ പോകുന്നവരുണ്ട്. അവരോട് ഇപ്പം ഫസ്റ്റ് സിനിമ നല്ലൊരു സക്സസ് എത്തിയ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ്? ഇല്ല, ട്രൈ ചെയ്തിട്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഇല്ല, ഇങ്ങനെ പോകാവുന്നുള്ള ഫോർമാറ്റ് ഇല്ല. ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അസിസ്റ്റ് ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതൊന്നുമില്ലാതെ അല്ലാത്ത രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്താണ്, നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് പിച്ച് ചെയ്യേണ്ടിയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് എപ്പോഴും ഒരു ഷോർട്ട് ടൈം പ്രോസസ്സ് അല്ല. ഇപ്പോൾ ഞാൻ ഒരു വർഷത്തേക്ക് ഞാൻ സിനിമ ട്രൈ ചെയ്യാം, അങ്ങനെ ഒരു പ്രോസസ് ഇല്ല. ഇത് നമ്മളിത് ട്രൈ ചെയ്തിട്ടേ ഇരിക്കുക. നമ്മൾ കറക്റ്റായിട്ടൊരു റൈറ്റ് പേഴ്സണെ നമ്മളെപ്പോൾ കണ്ടുമുട്ടുന്നോ അതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ പറയില്ല, സാക്രിഫൈസ് ഒക്കെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുക എന്നുള്ള സാധനമാണ് അതിനകത്ത് പറയാനുള്ളത്. ട്രൈ ചെയ്യേണ്ടിയിരിക്കുക. ഇതിന്റെ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം കണ്ടിട്ട് പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പം ഈ വിചാരിച്ച ബഡ്ജറ്റിനേക്കാളും മുകളിൽ പോയിരുന്നു എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പുതുമുഖ സംവിധായകന് ഈ പറഞ്ഞ ബഡ്ജറ്റിന് മുകളിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നു? ഇല്ല, അതിന്റെ ക്ലാരിറ്റി ആ പ്രസ് മീറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ നിന്ന് കയറിപ്പോയി എന്നുള്ളത് അത് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നൊരു പ്രശ്നമാണ്. നമ്മൾ അപ്പം തന്നെ പറഞ്ഞിരുന്നു. അതൊരു പ്രോപ്പർ സിനിമയുടെ ഒരു രീതിയിലല്ല നമ്മൾ പോയത്. കാര്യം എല്ലാവരും പുതിയ ടെക്നീഷ്യൻസ് എല്ലാവരും ഇങ്ങനെ രീതിയിലാണ് പോയത്. അപ്പം ബഡ്ജറ്റ് ഓരോ തവണ നമുക്ക് എന്ത് വന്ന സമയത്തും പ്രൊഡ്യൂസറോട് സംസാരിച്ച് പ്രൊഡ്യൂസറോട് അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്തത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിഷ്ണു ഗോവിന്ദ് എന്ന് പറഞ്ഞ ടെക്നീഷ്യൻ ഇത് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിന് വരുന്ന ബഡ്ജറ്റ്. അതല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ സിനിമയ്ക്ക് ആവശ്യം വിഷ്ണു ഗോവിന്ദാണ്. അപ്പോൾ ഇതിനകത്ത് എന്തും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൊഡ്യൂസർക്ക് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അപ്രൂവലിന് ശേഷം മാത്രമാണ് എല്ലാം ചെയ്തത്. പിന്നെ പറയുന്നതും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ളൊരു ബഡ്ജറ്റ് വേരിയേഷൻ സിനിമയിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ ഇപ്പോൾ ഇത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും കാര്യമായിട്ടുള്ള ഷൂട്ടിംഗ് ഡേയ്സിൽ ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരും പുതിയ ടെക്നീഷ്യൻസ് ആണ്. നമ്മളെല്ലാവരും അങ്ങനെ പൈസ ആഗ്രഹിച്ച് വന്ന ടെക്നീഷ്യൻസ് അല്ല. നമ്മളെല്ലാം സിനിമയുടെ കൂടെ നിന്ന് തന്നെ അത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ബഡ്ജറ്റ് എന്തെങ്കിലും കാര്യത്തിൽ പ്ലാൻ ചെയ്തതിൽ കൂടുതൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറ സ്ഥലത്തിൽ അത് ബാലൻസ് ചെയ്ത് തന്നെയാണ് നമ്മൾ അത് മുമ്പോട്ട് പോയേക്കുന്നത്. അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ഭയങ്കര ഒരു വേരിയേഷൻ സിനിമയ്ക്ക്
ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഷോർട്ട് ഫിലിംസ് ചെയ്ത് നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ പറയും ഒരു 7 വർഷമായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസിന്റെ ബേസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, റൈറ്ററായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഡയറക്ടറായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം പല രീതിയിലും അതിന് മുമ്പ് തൊട്ടേ അപ്രോച്ച് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ സബ്ജക്റ്റ് ഇപ്പോൾ ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന് ശേഷം കുറച്ചധികം ഓപ്പർച്യൂണിറ്റികൾ ഒരു 3-4 സ്ഥലത്ത് നിന്ന് ഇതേപോലെ ഡിസ്കഷൻസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു വേറൊരു സബ്ജക്റ്റാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ആ സമയത്ത് മെയിനായിട്ട് പിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കപ്പായിട്ട് ആ സമയത്ത് തന്നെ ഈ സംഭവം റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഫഹദിക്ക വന്ന് സംസാരം തുടങ്ങിയത്. അപ്പോൾ ഓൾറെഡി ഇപ്പുറത്ത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ പരിപാടി പിച്ചിങ് പോകുന്നുണ്ട്, പക്ഷേ അത് നടപടിയാവുന്നില്ല. അപ്പോൾ ഫഹദിക്ക ചോദിച്ചു ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഫഹദിക്ക പറഞ്ഞു ആദ്യം ഒരു ഫെസ്റ്റിവൽ മൂവി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം 1-2 കഥകളൊക്കെ സംസാരിച്ചിട്ടും എനിക്കും ആദ്യം ഞാൻ പറഞ്ഞില്ല, എനിക്കും നമുക്ക് ഇപ്പോൾ ഒരു സിനിമയാണ് ചെയ്യുന്നതെങ്കിലും ആ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 1-2 പരിപാടികൾ ഇങ്ങനെ നോക്കിയെങ്കിലും എനിക്കും അത് വർക്കായില്ല. അപ്പോൾ ഞാൻ ഫഹദിക്കയോട് പറഞ്ഞു ഫഹദിക്ക എൻ്റെ ഈ സംഭവത്തിൻ്റെ തന്നെ ഒരു പരിപാടി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കേട്ട് നോക്കൂ. അപ്പോൾ ഇന്ന രീതിയിലാണ്, അപ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് ഒരു ബഡ്ജറ്റൊക്കെ ആയിരിക്കും വരുന്നത്, ഇതൊന്ന് കേട്ട് നോക്കൂ. അപ്പോൾ ഇത് വർക്കൗട്ട് ആകണം, നമുക്ക് ഇത് ചെയ്യാം എന്ന രീതിയിൽ അങ്ങനെ ഇതൊന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൾ US-ലാണ്. ആൾ ഇവിടെ വന്ന സമയത്ത് ഡീറ്റെയിൽഡ് ഈ ഒരു കഥ പറഞ്ഞു. ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ആൾ ഇത് വർക്കൗട്ടായി. അപ്പോൾ ഇത് നമുക്ക് ഇത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ പോകുന്ന സമയത്ത് സംഭവം ഷോർട്ട് ഫിലിം കുറച്ചുകൂടി വ്യൂസും കാര്യങ്ങൾ വരികയും അതിനകത്ത് കുറച്ച് കമൻസും കൂടുതൽ വന്നു. അപ്പോൾ സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്നുള്ള കമൻസൊക്കെ കണ്ടപ്പോൾ അപ്പോൾ നമുക്കും കോൺഫിഡൻ്റ് ആയി, ഓക്കെ ഇത് തന്നെയാണ് സിനിമയായിട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം വന്നു. അങ്ങനെയാണ് നമ്മൾ സംഭവത്തിലോട്ട് വന്നത്. ആക്ച്വലി ഈ സിനിമ ഓണായതിനു ശേഷമാണ് ബാങ്കിങ് ജോലി വിട്ടത്? അല്ല, അത് എന്ത് കോൺഫിഡൻസിലാണ് വിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അത് വിട്ടത് കൊണ്ടാണ് ഉറപ്പായിട്ടും എനിക്കിപ്പോൾ സിനിമ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതൊരു 9 to 5 ജോബാണ്. അപ്പോൾ ആ 9 to 5 ജോബിൽ എനിക്ക് എല്ലാ ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ മീറ്റിംഗ് നമുക്ക് പറഞ്ഞ സമയത്ത് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു തിങ്കളാഴ്ച നമുക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശനിയാഴ്ചയിൽ ലീവ് പറയണം. പക്ഷേ ഞായറാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും അവർ വിളിച്ചിട്ട് പറയണത് മീറ്റിംഗ് തിങ്കളാഴ്ച എന്നുള്ള ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ജോലി വിടുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ വിട്ട് പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളെങ്കിലും നോക്കുന്ന രീതിയിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുക, അതിൻ്റെ കൂടെ മെയിൻ പ്രയോറിറ്റി സിനിമ പിച്ചിങ്ങിന് കൊടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സർവേ ചെയ്യാനുള്ള ഒരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ചെയ്തത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, പക്ഷെ അത് ചെയ്തത് കൊണ്ടാണ് ഇപ്പോഴും സിനിമ സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ ഈ സിനിമാ ഭ്രാന്ത് എങ്ങനെയായിരുന്നു ശരിക്കും തലയിലേക്ക് കയറിയത്? ആ സിനിമാ ഭ്രാന്ത് അത് ചെറുതിലെ തൊട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഞാൻ നഴ്സറി സ്കൂളിൽ പഠിച്ച എൻ്റെ നഴ്സറി സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തൊരു തിയേറ്ററാണ്. അപ്പോൾ ഞങ്ങൾ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 6ാം ക്ലാസ്സൊക്കെ നാട്ടിലെ സ്കൂളിൽ തന്നെ പഠിച്ചത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി ചെറുതിലെ അച്ഛൻ്റെ കൂടെ സിനിമകൾ കാണും. അപ്പോൾ തൊട്ടേ സിനിമ പ്രാന്ത് ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. നമ്മളൊരു 10 പേര് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ സംസാരിക്കുന്നത് ഒരു ദിവസത്തിൽ സിനിമയെ പറ്റി സംസാരിക്കാത്ത 1 മണിക്കൂർ പോലും ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിശ്വസിക്കുന്നു. അപ്പോൾ പ്രാന്ത് എങ്ങനെ ഇതിലോട്ട് എത്തി എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ആദ്യം നാട്ടിലൊരു സിനിമ തിയേറ്റർ മേടിച്ച് സ്വന്തം ഒരു ഓണറായിട്ടിരുന്നിട്ട് എല്ലാ സിനിമകളും ആഴ്ച കാണുന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു. പിന്നെ വളർന്ന ഒരു പോയിന്റിലാണ് ഞാൻ പറഞ്ഞില്ല, ജോലിക്ക് പോയി. അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്തും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല. ജോലിക്ക് പോകുമ്പോഴും എങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പടങ്ങളുടെ പോസ്റ്ററുകൾ കാണാം. അപ്പം അന്നത്തെ ദിവസം ബാക്കിയുള്ള 7 ദിവസവും കടന്നു പോകുന്നത് വെള്ളിയാഴ്ച തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്നുള്ള സന്തോഷത്തിലാണ് ബാക്കിയുള്ള ദിവസങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലായി, ഇത് ഈ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരു സിനിമയോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് തന്നെ സിനിമ വരുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം സന്തോഷം തരും എന്നുള്ളൊരു ചിന്ത പോയി. അപ്പോൾ അതാണ് ഇങ്ങനെ ആ സ്വന്തം വെള്ളിയാഴ്ച വന്നപ്പോൾ അപ്പോൾ എങ്ങനെയായിരുന്നു? അയ്യോ, അത് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അത് ഭയങ്കര മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, എനിക്കത് ഒരു പോയിന്റിൽ ഇങ്ങനെ കണ്ടന്റ് ഇരിക്കുന്ന സമയത്ത് ഇപ്പം ചത്തുപോയാലും ഓക്കെയാണ് എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ചിരിച്ച മുഖത്തോടെ ആ ഒരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നി ഫസ്റ്റ് ആവേണ്ടത്. പിന്നെ നെഞ്ചിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ഒരു മാസത്തോട്ട് കംപ്ലീറ്റ്ലി ഉറക്കമൊക്കെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതൊക്കെ മെയിൻ നെഞ്ചൊക്കെ വേനുണ്ട്. അപ്പോൾ പറഞ്ഞ് മെല്ലിരിക്കുന്നുണ്ട്, മെല്ലിന് ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ട്. വളരെ തീർന്നതിന് മുമ്പ് തട്ടി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല എന്നുള്ള മൊമെൻ്റൊക്കെ ആയിരുന്നു. അല്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം എനിക്കറിയാലോ, ഇപ്പോൾ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാതെ
ഒരു വൈക്കത്തൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് ഒരു സിനിമ ചെയ്തു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് എനിക്കും ഞാൻ ആഗ്രഹിച്ച മൊമെൻ്റാണ്. പക്ഷേ അതിങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അത് എന്തായാലും ഇപ്പോഴും എനിക്കത് ഇടക്ക് തോന്നുന്നുണ്ട്, അത് റിയൽ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു സാധനമുണ്ട്. റിയൽ ആണ്, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഈ ഇഷ്ടപ്പെട്ട ഒരു ജോണർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ത്രില്ലർ ലൂപ്പ് ഒക്കെ ആയിരിക്കും. ഉറപ്പായിട്ടും എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണാൻ ഇഷ്ടമാണ്. ഞാൻ വിജയ് ഫാനാണ്. എനിക്ക് വിജയ് പടങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് FD ഫസ്റ്റ് വിജയ് പടങ്ങൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോൾ ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് നമുക്ക് അവിടെ വൈക്കംകാരനാണ്, വൈക്കത്തഷ്ടമി, അവിടെ ചെമ്പിലമ്പലത്തിൽ കുംഭഭരണി, അതുപോലെ ഓണം, വിഷു, ക്രിസ്മസ്, ഇതുപോലെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് FD ഫസ്റ്റ് വിജയ് പടം. അപ്പോൾ എല്ലാ പടങ്ങളും കാണുന്ന ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടം ഈ പറഞ്ഞ ജോണർ സിനിമകളാണ്. അപ്പൊ അടുത്ത ഇനിയും ജിത്തു സതീശൻ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ജോണർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും ചെയ്യുന്ന സിനിമകൾ ഇഷ്ടമുള്ള ജോണർ. ഇപ്പോൾ അധികം സിനിമകൾ വാരിക്കൂട്ടി ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ചെയ്യുന്ന സിനിമകൾ ഇഷ്ടപ്പെട്ട് മാക്സിമം നന്നായി ചെയ്യാൻ ട്രൈ ചെയ്യും. പിന്നെ റിസൾട്ട് അറിയാലോ, നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചാലും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാവും എന്നുള്ളത് പല പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇനിയും നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ ആയിരിക്കും ചെയ്യുക. ഒരു ചോദ്യം കൂടെ, ഇതിൽ അസ്കർ അലി നമ്മുടെ മെയിൻ ക്യാരക്ടർ, അസ്കർ അലിയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? എനിക്ക് അറിയാം ആളോട്, ഞാൻ നേരത്തെ തൊട്ടേ ആളോട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ നേരത്തെ കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ക്യാരക്ടറിന് അദ്ദേഹം ആപ്റ്റായിരുന്നു, അങ്ങനെ തന്നെ എത്തിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പോൾ ഒരു പുതിയ ആള് കഥ പിച്ച് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാലും ഇയാൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ, ഇയാൾ വർക്ക് ചെയ്തേക്കുന്നത് ഇൻഡസ്ട്രിയിൽ പോലും വർക്ക് ചെയ്തിട്ടില്ല, ഇയാൾ എത്രത്തോളം പുൾ ഓഫ് ചെയ്യും, ഇയാൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആളെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ട് ആൾക്കില്ല. ആൾ നമ്മുടെ പേരിലൊരു ട്രസ്റ്റ് വെച്ചിട്ടുണ്ട്, അത് ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓക്കെ. അപ്പോൾ ഇനിയും എന്തായാലും ഇത്തരത്തിലുള്ള കുറച്ച് കോംപ്ലക്സ് കഥകളും സിനിമകളും ഒക്കെ നമുക്ക് ഈ ഒരു സംവിധായകനിൽ നിന്ന് കിട്ടട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. സംഭവം വലിയൊരു സംഭവം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സംഭവത്തിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ വീണ്ടും വെയിറ്റിംഗ് ആണ്. അതിനിടയിൽ വേറെ ഒരെണ്ണം വരുമെന്ന് പറഞ്ഞു, അത് കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.